ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ നമ്മൾ ഏറ്റവും ഒരു മേജർ പ്ലെയർ എന്ന് പറയുന്നത് ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അധികം ആരും അത് ശ്രദ്ധിക്കത്തില്ല. കാരണം പുറമേ നമുക്ക് അത് എവിഡന്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കത്തുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പേരന്റ് ആ കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വില്ലിങ് ആണെങ്കിൽ മാത്രമേ കൂടുതൽ അതിനെക്കുറിച്ച് നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടീനെ നേരെ ക്ലാസിഫൈ ചെയ്യും. അതായത് ഇവൻ ഒരു മടിയനാണ്. പ്രത്യേകിച്ച് വേറൊരു സിബ്ലിംഗ് കൂടെ ഉണ്ടെങ്കിൽ ആ സിബ്ലിംഗ് കുറച്ച് നന്നായിട്ട് എഡ്യൂക്കേഷനിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആണെങ്കിൽ കണ്ടോ, ആ കുട്ടിയെ നോക്കൂ, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇവൻ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവൾ പഠിക്കുന്നില്ല, ഇവളൊരു മണ്ടനാണ് അല്ലെങ്കിൽ മടിയനാണ്, അതുകൊണ്ടാണ് പഠിക്കാത്തത്, അല്ലെങ്കിൽ കള്ളത്തരമാണ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസിഫൈ ചെയ്ത് ഒതുക്കി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ധാരാളമായിട്ട് കേട്ട് വരുന്ന ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണ്, നിനക്ക് എന്തിന്റെ കുറവായിട്ട്, നിനക്ക് ഉം. എന്തിന്റെ കുറവാ, നിന്നെ പോലെ കഴിച്ച് നിന്നെ പോലെ കുടിച്ച് നിന്റെ അതേ വീട്ടിൽ താമസിക്കുന്ന അല്ലെ അവളും അല്ലെങ്കിൽ അവൻ, അവക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്, അല്ലെ അവളനില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്. ഈ കൈൻഡ് ഓഫ് വർത്തമാനങ്ങളാണ് സത്യം പറഞ്ഞ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ഉം. ഇവർ തന്നെ ചിന്തിച്ചു തുടങ്ങും എനിക്കെന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കുട്ടികൾ തന്നെ ചിന്തിച്ചു തുടങ്ങും എനിക്കെന്തോ അതെന്താ എനിക്കെന്തോ വല്ല മാനം. ഇവര് ചിന്തിക്കുന്നത് ഇങ്ങനെ ഡിഫിക്കൽട്ടി അല്ല ഇതിന് സയന്റിഫിക് കാര്യങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പാരന്റ്സ് ഇങ്ങനെ പറയുന്നെങ്കിൽ സ്വയം ഒരു ക്വസ്റ്റ്യനിങ് തോന്നും. നമുക്കറിയാം, നമുക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് നമുക്കറിയാം, സ്വന്തം നിലനിൽപ്പ് അല്ലെ സ്വന്തം ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നാൽ ഒരിക്കലും നമുക്കത് ഒറ്റയ്ക്ക് നേരിട്ട് പൊരുതി ജയിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളെ തന്നെ സംശയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മെന്റർ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കഴിവുള്ള വേറൊരാളുടെ സഹായം ഇല്ലാതെ നമുക്കത് ജയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇത് ക്വസ്റ്റ്യൻ കുട്ടിയുടെ നേരെ വരികയാണ്. ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാവോ? പേരൻസ് കുട്ടികളുടെ കൂട്ടില് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. അതായത് അപ്പോഴല്ലേ കുട്ടീനെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ കേട്ടതാ. നമ്മളെ കുട്ടിയുടെ കൂട്ടത്തിൽ ഏറ്റവും ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈമിങ്സ് എന്ന് പറയുന്നത്, കുട്ടി എണീറ്റ് വരുന്ന ഒരു ടൈം ഉണ്ട്. ആ ഇങ്ങനെ അടിച്ചു പിടിച്ച് എണീക്കെന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ച് എണീക്കാതെ, അമ്മയോ അപ്പനോ ആരാണെന്നുണ്ടെങ്കിൽ അവരെന്തേലും ജോലികൾക്കിടയിലായിരിക്കും. സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അവരെ പോയി അന്ന് വിളിച്ചൊന്ന് കാമൻ ക്വയറ്റായിട്ട് അവരെ വിളിച്ച് എണീപ്പിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മെച്ചുവർ ആകുമ്പോൾ അവര് തന്നെ എണീറ്റ് വരും. പക്ഷെ കുട്ടിക്കാലത്ത് കിട്ടുന്ന ഒരു ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒന്നും അവരെന്തായാലും മടി പിടിച്ചായിരിക്കും എണീറ്റ് വരുന്നത്. ആ സമയത്തൊരു ഇത് കൊടുത്ത് അവരെ ഒന്ന് കാമായിട്ട് എണീപ്പിച്ചു വന്നാൽ അവരുടെ ഇടയിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അവർക്ക് സ്കൂളിൽ സംഭവിച്ച ഒരുപാട് കാര്യം, ചിലപ്പോൾ വർക്കിംഗ് വുമണോ പേരൻസ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അവര് വന്നു കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും സമയം അവര് ചിലപ്പോൾ അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പം അല്ലെങ്കിൽ കൊച്ചിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകും, അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യുന്നവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് നേരമൊന്നും അല്ല പറയുന്നത്, കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സംസാരിക്കാൻ അവർക്കൊരു സ്പേസ് കൊടു. അപ്പൊ അവരിങ്ങനെ പറയും. അപ്പൊ നമുക്ക് പേരൻസിന് മനസ്സിലാകും, അതെ ഇങ്ങനെ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലാകും. എപ്പോഴും ഒരു കാര്യം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ആ പ്രോബ്ലം എന്താണെന്ന്. ചിലപ്പോൾ നമ്മുടെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കത് സംസാരിക്കാൻ ഇപ്പൊ ഒരുപാട് ഒരുപാട് നമ്പർ ഓഫ് വേസ് ഉണ്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടല്ലോ, അത് എന്നായിരിക്കും, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടും ഒന്നും ശരിയാവുന്നില്ലല്ലോ. അപ്പൊ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി വല്ലതും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഐഡന്റിഫൈ ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിന്റെ അകത്തിൽ പറ്റിപ്പോകുന്നെന്ന് പറഞ്ഞാലേ, ഇപ്പം ഈ നമ്മുടെയൊക്കെ പ്രായമുള്ള ആൾക്കാര് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലായി വരാൻ വേണ്ടിയുള്ള സ്ട്രഗിളിലായിരിക്കും. അപ്പൊ ഇതിന്റെ അകത്തിലോട്ട് ഒരു കുഞ്ഞും കൂടെ കടന്നു വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് വേണ്ടിയും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമ്മൾ വിട്ടുപോകുന്ന ഒരു വലിയ, അതിനുവേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യമാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഈ പല പേരൻസും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് നമ്മുടെ ഏജിലുള്ളവർ പോലും കഷ്ടപ്പെട്ട് ഫാദറും മദറും ഗൾഫിൽ പോയി കിടന്ന് കാശുണ്ടാക്കി പിള്ളേർക്ക് വേണ്ടി കാശുണ്ടാക്കി കഷ്ടപ്പെട്ടു വരും. പക്ഷെ അവര് വിട്ടുപോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ പ്രായമായി വരുമ്പോഴത്തേക്ക് ഈ കാശ് അനുഭവിക്കാനുള്ള ഒരു ബോധമുള്ള പിള്ളേർ വളരെ ചുരുക്കമായിരിക്കും. കുറെ പേര് പല പല രീതിയിൽ പെട്ടുപോകാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ പ്രസൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം ഇല്ലായ്മ. പൈസ കൊണ്ട് നമുക്ക് വീട് വെച്ചു കൊടുക്കാം, കാർ വാങ്ങിച്ചു കൊടുക്കാം, വണ്ടി വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ നല്ലൊരു വ്യക്തിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് എത്ര ആണെങ്കിലും പേരൻസിന്റെ പ്രസൻസ് ആണ് ആവശ്യം.
അതെ. ഈ നമ്മളെപ്പോഴും ഈ ഫോറിൻ ഇതുള്ളവരെ പറയാം, ഒരു 10-16 വയസ്സാകുമ്പോഴത്തേക്ക് പിള്ളേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പക്ഷെ ഒരു കാര്യമാണ്, പേരൻസ് ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് ഒരു പരിധി വരെ. അവര് നോക്കുമ്പോൾ അവരവരുടെ ഫ്യൂച്ചർ, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന അവരുടെ കുട്ടിയാണ്. അതുകൊണ്ട് അവരവരുടെ ഫുൾ റിസോഴ്സ് എടുത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ, മിക്കവാറും ഉള്ളവർ പഠിപ്പിക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ ലോണും എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പുറത്ത് UK അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി എല്ലാവരും ലോണുകളും ഒക്കെ എടുത്ത് പറഞ്ഞു വിടും. പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പേരൻസ് പറയുന്ന പരാതിയാണ്, ഞങ്ങളെ നോക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാ. അല്ലെങ്കിൽ ചുമ്മാ കാഷ്വൽ ആയിട്ട് പോലും പറഞ്ഞത്. ഇപ്പൊ കേരളത്തില് എല്ലായിടത്തും പ്രായമുള്ളവരാ, പിള്ളേരൊന്നും ഇല്ല. എന്നാൽ ഒരു കൊച്ചു നാട്ടിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് എന്താ? നിനക്ക് പുറത്ത് പോക്കൂടെ? നിനക്ക് പുറത്ത് പോക്കൂടെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പിന്നെ ഇരുന്ന് കരയുകയും ചെയ്യും. ഈ ചോദ്യം കേൾക്കല് സഹിക്കാൻ വയ്യാണ്ടാണ് പല കുട്ടികളും ഇവിടുന്ന് ഓടിപ്പോകുന്നത്. ആദ്യം തന്നെ അവർ ഓടിപ്പോകുന്നതിന് കാരണം നിനക്ക് പുറത്ത് പോയിക്കൂടെ, നിനക്ക് ജോലിയായില്ലേ. ഈ ചോദ്യം ചെയ്യാൻ മാത്രം ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റിനുള്ളത്. പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, അവിടെ നിർത്തുവാണ്, അടുത്തൊന്നും പഠിക്കുന്നില്ലേ, അല്ലെ ഈ കോഴ്സ് കൂടെ ചെയ്താൽ അവിടെ ജോലി കിട്ടും, അല്ലെങ്കിൽ ഇതൂടെ ചെയ്യും, ഇത് ഇവിടെ നിൽക്കുന്ന ഒരു ജോലിയൊന്നും ആയില്ലേ. ഇങ്ങനത്തുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാരണമാണ് ഇവര് ഇവിടുന്ന് വെളിയിലോട്ട് ഓടുന്നത്. അത് കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ ഇതിലുപരി ജെഫിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്വാളിറ്റി ടൈം. കറക്റ്റ് കാര്യമാണ്. ഈ കുട്ടികള് ജിൽബി പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലോഡ് ഇൻഫർമേഷനുമായിട്ടായിരിക്കും വരുന്നത്. അവരുടെ കുറെ മാനസിക തലങ്ങള്, കുറച്ച് അറ്റാച്ച്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ വരുന്ന ഉടനെ അവരോട് ഒരു 5 മിനിറ്റ് ഇരുന്ന് കേൾക്കണം എന്ന് ഞാനിപ്പോ പറയുന്നില്ല, കാരണം എനിക്ക് മനസ്സിലാവും ഒരു വർക്കിംഗ് വിമൻ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും ഉള്ളിടത്ത് കുഞ്ഞിനെ പിടിച്ചിരുത്തി 5 മിനിറ്റ് കഥ കേൾക്കാൻ നിന്ന് 5 മിനിറ്റ് ഉണ്ടെന്ന് അത് തീരത്തില്ല. പിള്ളേരല്ലേ, കഥ പറയുമ്പം സമയമെടുക്കും. ജോലിക്കിടെ മതി, ചിലപ്പം അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരിക്കും അവിടെ കയറി ഇരിക്കട്ടെ, കറി ഇത് രണ്ടുപേരോട് സംസാരിച്ച് ചെയ്യട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ സംസാരിക്കും. ചില പേരൻസ് ഉണ്ട്, നീ അങ്ങോട്ട് പോയി, എനിക്ക് വയ്യ, ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കുക, നീ എന്നോട് സംസാരിക്കല്ലേ, അവിടെ മാറി ഇരുന്ന് കളിക്കും, പോയി TV കണ്ടു, പോയി ഫോൺ എടുത്തു. ഇങ്ങനെ അവരെ അങ്ങ് ഓടിച്ചു വിടുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്കും എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു കുട്ടി അതിന്റെ പേരന്റിനോട് സംസാരിക്കാൻ ചെന്ന ടൈമില് ആ പേരന്റ് അവഗണിച്ചു. ഒറ്റ തവണ ആ പേരന്റ് അവഗണിച്ചു. അതിനുശേഷം ഒരിക്കൽ പോലും ആ കുഞ്ഞ് ആ അമ്മയുടെ അടുത്ത് ചെന്നിട്ടില്ല. ആ അമ്മ കരഞ്ഞോണ്ട് കഴിഞ്ഞ വീക്ക് എന്നെ വിളിച്ചു, മിസ് ഇത് കാരണമാണെന്ന് തോന്നുന്നു അവൻ പിന്നെ എന്റെ അടുത്തോട്ട് വരാത്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ചില സാധനങ്ങൾ ഒരു വട്ടം കേറിയതാ. ചില സാധനങ്ങളൊക്കെ നമുക്ക് ഓർമ്മ കാണും. ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നടന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ കുട്ടി ഇൻസിഡൻസ് നമ്മുടെ ഓർമ്മയിലും കാണും. അപ്പൊ ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും കയറിയാൽ അതവിടെ ഇരിക്കും, അത് മാറത്തില്ല. അല്ലെ, വേണ്ട സമയത്ത് കിട്ടാതെ പിന്നീട് അത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. കുട്ടികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യങ്ങൾ തോന്നുന്നത് നമുക്ക് ഭയങ്കര ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു വർക്കിംഗ് വുമൺ ആയ ഒരു അമ്മ, വർക്കിംഗ് മെൻ ആയ ഒരു ഫാദർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വലിയ നാളെ അടക്കേണ്ട EMI, അല്ലെങ്കിൽ നാളെ കൊടുക്കേണ്ട ഹൗസ് റെന്റ്, അല്ലെങ്കിൽ നാളെ കൊടുക്കേണ്ട കറണ്ട് ബില്ല്, ഇങ്ങനത്തെ വലിയ വലിയ ബില്ലുകളെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ഏരിയയിലുള്ള പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അവന്റെ റബ്ബർ കട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ അവനെ വിളിച്ച് ഒരു ടീച്ചർ ക്ലാസിന്റെ ഫ്രണ്ടിൽ നിർത്തി ഒന്ന് കൈ കൊട്ടി, അതായിരിക്കും അവന് വലിയ സംഭവമായിരിക്കും അത്. ആ ഒരു ഇന്റൻസിറ്റിയോട് അവൻ പറയാൻ വരുന്ന ഒരു കാര്യത്തെ ആ പേരന്റ്, ഹൂവർ ഇറ്റ് മേ ബി, ഫാദർ ഓർ മദർ, അവരതിനെ അവഗണിക്കുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അത് ഭയങ്കരമായിട്ട് ഹർട്ടാവും. ആ കുഞ്ഞു മനസ്സിൽ അതാണ് അവന്റെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്ന്. ചിലപ്പോൾ അവന്റെ കൂട്ടുകാരായാലും അവനെ നല്ലത് പറഞ്ഞതായിരിക്കാം, എന്തെങ്കിലും നമുക്ക് ഭയങ്കര കുഞ്ഞു കാര്യം എന്ന് തോന്നുന്ന ഒരു കാര്യം പോലും അവനത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടായിരിക്കും ആ കുഞ്ഞ് നമ്മുടെ അടുക്കൽ വന്ന ഒരു കാര്യം പറയുന്നത്. അത് കേൾക്കാൻ ഒരു ഫാദർ അല്ലെങ്കിൽ മദർ വില്ലിങ് കാണിക്കാത്ത രീതിയിലുള്ള ജോലികളാണെങ്കിൽ ആ ജോലി റിസൈൻ ചെയ്യുന്നത് തന്നെ നല്ലതെന്ന് ഞാൻ പറയും. അപ്പം ചോദിക്കും, എങ്ങനെ ബില്ലുകൾ അടയ്ക്കും, എങ്ങനെ ബില്ലുകൾ? അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും ഞാൻ ഇന്ന അപ്പനും അമ്മയ്ക്കും ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് ജനിക്കുന്നില്ല. നമ്മളായിട്ട് എടുക്കുന്ന ഒരു കോൺഷ്യസ് ഡിസിഷന്റെ ഭാഗമാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിലോട്ട് വരുന്നത്. ആ കുഞ്ഞിനെ പരിപാലിക്കുക, ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്നുള്ളത് അത് ആ പേരൻസിന്റെ കടമയാണ്. കാരണം അവരെടുത്ത ഒരു ആക്ഷന്റെ, അല്ലെ അവരെടുത്തൊരു ഡിസിഷന്റെ എൻഡ് റിസൾട്ട് ആണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ വളർത്താൻ പറ്റാത്ത സ്ഥിതിക്ക് ആ കുഞ്ഞിനെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. കാരണം വാല്യൂ ഇല്ലാത്തൊരു ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർ ഡേഞ്ചറസ് ദാൻ എനി വെപ്പൺ എന്ന് ഞാൻ പറയും. മനുഷ്യൻ ഏത് മൃഗത്തെക്കാളും അപകടകാരിയാണ് ഒരു വാല്യൂ ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന്റെ കുറച്ച് റിസോഴ്സസ് കൂടെ ഉണ്ടെങ്കിലോ, പണവും കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിലോ, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. അതിന് പകരം നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ
ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഇവിടെ ചെയ്താലേ പറ്റൂ. അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞിന്റെ ഒരു ബേസിക് ബിൽഡിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ടൈമിലെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വില്ലിങ് അല്ലാത്ത പേരൻസ് അത് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് സ്ട്രിക്ട്ലി എന്റെ അഭിപ്രായമാണ്. അതിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡിബേറ്റ് നടത്താൻ പറ്റുന്ന ടോപ്പിക്കുമാണ്. എനിവേ ഇത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഷെഫിൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇപ്പൊ പല മാരീഡ് ആയിട്ടുള്ള ആൾക്കാരും കുട്ടി വേണ്ട എന്ന് തീരുമാനിക്കാൻ തന്നെ കാരണം ജെഫിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാരണമാണ്. അതായത് ഇപ്പൊ ജെഫിൻ തന്നെ പറഞ്ഞു, നമ്മുടേതായ തീരുമാനത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു പുതിയ സൃഷ്ടിയായി ഈ കുഞ്ഞെന്ന് പറയുന്നത്. അതിന് വേണ്ടുന്ന വാല്യൂസ് കൊടുത്ത് അതിന് വേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഭക്ഷണവും പണവും മാത്രമല്ലല്ലോ, കുറച്ച് വാല്യൂസും കൂടി അതിന് വേണം. അത് കൊടുക്കാനുള്ള ടൈമും റിസോഴ്സസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. കാരണം ഈ കുട്ടി വീട്ടിനകത്തിൽ അടച്ചു കൂട്ടിയിടാനല്ല നമുക്ക്. ആ പേഴ്സണെ നമുക്ക് സ്കൂളിൽ അയക്കേണ്ടി വരും. ആ പേഴ്സൺ സ്കൂൾ കഴിഞ്ഞ് വ്യക്തി ജോലി സ്ഥലത്ത് പോകും, നാളെ സമൂഹത്തിലേക്ക് പോകും. അപ്പം മോശപ്പെട്ട ഒരു വാല്യൂവിൽ വളരുന്ന കുട്ടി നാളെ സമൂഹത്തിന് തികച്ചും ഹാനികരമാണ്, തികച്ചും. അപ്പം അപ്രകാരം ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ കുറച്ച് ചിന്തകൾ വേണം എന്ന് എനിക്കും തോന്നുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നു. പിന്നെ പേരൻസ് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഒരു വൺസ് താൻ ആരാന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു കുഞ്ഞ് കേപ്പബിൾ ആയി കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് അയ്യോ പോയി, അയ്യോ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ അകത്തിൽ ഒരു മീനിങ്ങും ഇല്ല. നമുക്ക് കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് അത്രയും കുറച്ച് റിസോഴ്സസ് ഉണ്ടാക്കിയാൽ മതി. എന്തിനാ കഷ്ടപ്പെടുന്നത്? എന്തിനാ ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരു വ്യക്തിക്ക് നമ്മൾ വെക്കുന്നത്? അതിൽ ഒരു മീനിങ്ങും ഇല്ല. ആ വ്യക്തിക്ക് അത് യൂസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ല. സിവിക് സെൻസ് ഇല്ലാതെ, ഇപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ സിവിക് സെൻസ് എന്ന് പറയുന്നത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ പോയി നോക്കിയാൽ മതി. അതെങ്ങനെയാ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഇഷ്ടംപോലെ യങ് മൈൻഡ് ഉണ്ട്, യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇടപെടാം. അല്ലാതെ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ലുലു മാളിൽ നമ്മൾ പോകുമ്പോഴും ഒരു മാർക്കറ്റിൽ നമ്മൾ പോകുമ്പോഴും ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ പറയാം അവിടെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാ പോകുന്നത്. അല്ല, ഒരു ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വരും. അവരെല്ലാം അവിടെ പ്രോപ്പറായിട്ട് ബിഹേവും ചെയ്യും. അത് എന്തുകൊണ്ടാണ്? അവിടെ പോയി മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ളൊരു ബോധമുണ്ട്. എന്നാൽ ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് എങ്ങനെ വേണം ബിഹേവ് ചെയ്യാം എന്നുള്ളൊരു ഇതും ഒരു ഫീലിംഗും അവർക്കുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതാ ഞാൻ പറയാം, നമുക്ക് റിസോഴ്സസോ നമുക്ക് പൈസയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല വേണ്ട. നമുക്ക് വാല്യൂ ഉള്ള ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഈ ഭൂമിക്ക് ആവശ്യമുള്ളത്. അത് വില്ലിംഗ് ആയിട്ട് പേരൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ റെഡി ആണെങ്കിലേ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നത് അർത്ഥമുള്ളൂ. നമ്മൾ വഴി തെറ്റി പോകുന്നത്. നമ്മൾ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുത്തു വെച്ചിരുന്നത്. തീർച്ചയായിട്ടും ഈ വക ഡിഫിക്കൽട്ടി മനസ്സിലാക്കാൻ പേരൻസിന് കഴിയുക എന്നുള്ളതാണ് മെയിൻ. മനസ്സിലായോ? ചില പേരൻസ് അംഗീകരിക്കില്ല, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സമൂഹത്തോട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരൻസ് ഉണ്ട്. ഒത്തിരി പേരൻസ്. ഒന്നാമത് അറിവില്ലായ്മ ഒരു വലിയ ഫാക്ടറാണ്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതൊരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് അത് സംഭവിക്കാം എന്ന് അംഗീകരിക്കാൻ, ഈ പറഞ്ഞുകൊണ്ട് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ള പേരൻസ് കാണും. അതാണ് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരൻസ് ഉണ്ട്. അറിവില്ലായ്മയും ഉണ്ട്, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ട്. ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാലും അയ്യോ ഇതൊരു പ്രശ്നമാണല്ലോ, ആരും അറിയണ്ട, വേണ്ട ആരോടും പറയണ്ട, നീ അങ്ങ് പഠിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ടും വലിയ സ്കൂളിൽ കൊണ്ടിടും. അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സിലബസ് ഉള്ള സ്കൂളുകളിൽ കൊണ്ടാക്കും. അവർക്ക് പിന്നെയും പ്രശ്നമാണ്. നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്? ഈ ലേണിംഗ് ഡിഫിക്കൽറ്റിയുടെ ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത് തന്നെ അത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സോക്കോൾഡ് നോർമൽ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ബ്രെയിൻ ഫംഗ്ഷൻ അല്ല ആ വ്യക്തിക്ക് നടക്കുന്നത്. എനിക്ക് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുള്ള ആളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് പാടാണ്. ഇപ്പൊ എന്നോട് ഒരു 10 സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല ചെയ്യാൻ. പിന്നെ സ്പെല്ലിങ്ങിന്റെ മിസ്റ്റേക്കുകൾ, എനിക്ക് നല്ല രീതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അതും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല ഞാൻ വരുത്തുന്നത്, ഒരു സെയിം വേർഡിന് മാറി പോകും. അത് എത്ര കോൺഷ്യസ് ആയിട്ട് എഴുതാൻ ശ്രമിച്ചാലും മാറിപ്പോകും. അതുപോലെ ഡിയും ബിയും, ഡി എഴുതേണ്ടതിന് പകരം ഞാൻ ബി എഴുതി വെക്കും. കാരണം അത് സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പം ഇത് കുഞ്ഞിലെ മുതൽ ഞാൻ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ മണ്ടന. ഈ പറഞ്ഞ പോലെ എന്റെ സിസ്റ്റർ അക്കാഡമിക്കലി വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൾ പഠിച്ച ക്ലാസ്സുകളിലെല്ലാം അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള. അപ്പൊ ഞാൻ വന്നപ്പോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഓറൽ എക്സാം നടക്കുന്ന സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചോണ്ടിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഒരു ഫിസിക്സ് നമ്മൾ ഈ റിട്ടേൺ എക്സാമിലോട്ട് വന്നപ്പോഴത്തേക്ക് നേരെ പോയി. അതുപോലെ ക്ലാസ്സിൽ നോട്ട് എഴുതുന്ന ഒരു കാര്യം, എനിക്ക് നോട്ട് ഒരു ടീച്ചർ ഡിക്റ്റേറ്റ് ചെയ്ത് തരുന്ന സ്പീഡിൽ എനിക്ക് നോട്ട് എഴുതാൻ പറ്റത്തില്ലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അതെനിക്ക് ഭയങ്കര പാടാണ്. അപ്പം എന്തുകൊണ്ട് ഞാൻ എഴുതാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർമാര് പറയാൻ മടിയാണ്, അവന് മടിയായതുകൊണ്ടാണ് അവൻ എഴുതാത്തത്. പക്ഷെ അത് എനിക്ക് മടിയായതുകൊണ്ടല്ല, എനിക്ക് ആ സ്പീഡിൽ എഴുതാൻ പറ്റത്തില്ലായിരുന്നു.
അതെനിക്ക് തോന്നുന്നത് സൈക്കോ മോട്ടോർ കോർഡിനേഷന്റെ ഒരു പ്രശ്നമായിരുന്നു. ആ എഴുതാനുള്ള പ്രശ്നമെന്ന്. കാരണം കുഞ്ഞിലെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോയായിരുന്നു. പണ്ടൊക്കെ നമുക്ക് ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ നടക്കുന്ന ഒരു ടൈമിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ബോൾ വരുമ്പം അത് പിടിക്കാൻ ഞാൻ ശ്രമിക്കുന്ന എന്റെ ബോഡി ഞാൻ ഉദ്ദേശിക്കുന്ന രീതി എന്റെ ബോഡി മൂവ് ചെയ്യത്തില്ലായിരുന്നു. അത് മാറാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാനൊരു 10th കഴിഞ്ഞ് ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ്, എക്സസൈസ് ചെയ്ത് തുടങ്ങിയ പിന്നാണ് ഓരോ പാർട്ടുകളും നമ്മുടെ ബോഡി ബ്രെയിൻ മൈൻഡ് മസിൽ കണക്ഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയതെന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് തികച്ചും എന്റെ ഒരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽറ്റി, ഒരുപാട് ഇത് എന്ന് വെച്ചാൽ ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഭയങ്കരമായിട്ട് മടിയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിശ്വസിക്കാൻ തുടങ്ങി, ഓ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ സെയിം എനിക്ക് ഡിഗ്രി ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് സ്പീഡിൽ എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനകത്ത് തെറ്റ് വരുന്നില്ല എന്നല്ല, അതിനകത്ത് തെറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും സ്പീഡ് എനിക്ക് കിട്ടി തുടങ്ങി. ആ പറയുന്ന അനുസരിച്ച് എഴുതി പോകാനുള്ള സ്പീഡ് എനിക്ക് കിട്ടി തുടങ്ങി. കാരണം ഈ ലേണിംഗ് ഡിഫിക്കൽറ്റി വരുമ്പോൾ ആ കുട്ടി ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് ബാക്കിലോട്ടായിരിക്കും എല്ലാ കാര്യത്തിലും. അത് ആക്ച്വലി ഒരു ഓട്ടിസത്തിന്റെ ഒരു സ്പെക്ട്രത്തിൽ പെടുന്ന ഒരു സാധനമാണ് ഈ ലേണിംഗ് ഡിഫിക്കൽറ്റീസ് എന്ന് പറയുന്ന എല്ലാം. ഡിസ്ലെക്സി ആണെങ്കിലും ഡിസ്കാൽക്കുലി ആണെങ്കിലും ഡിസ്ഗ്രാഫി ആണെങ്കിലും എന്താണെങ്കിലും. നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസിനാണെന്നുണ്ടെങ്കിൽ സ്കോപ്പ് ഉണ്ട്, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്ര മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും അതിനൊരു സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോട്ട് കറക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു തെറ്റ് വരുത്തിക്കൊണ്ട്, ഇപ്പൊ ഒരു വട്ടം നോക്കി കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റാണ്, അത് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ടീച്ചേഴ്സിനും അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പേരൻസിനാണെന്നുണ്ടെങ്കിലും പേരൻസ് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ പേരൻസിന് അത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഫസ്റ്റ് സോഴ്സ് ടീച്ചർ ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം അവരാണ് പേരൻസിന് മനസ്സിലാകാം ഈ പറഞ്ഞോട്ട്, പേരൻസ് കുട്ടികളുടെ കൂടെ ടൈം ടൈം സ്പെൻഡ് സ്പെൻഡ് ചെയ്താല് ചെയ്യുന്നവരാണെങ്കിൽ അതാ അവർക്കിത് അതാ മനസ്സിലാവും. പറഞ്ഞത്. അത് അവരുടെ കൂടുതൽ ഇരുന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ. പക്ഷെ ടീച്ചേഴ്സിന് കുറച്ചും കൂടെ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവരാണ് ഈ നോട്ട് കറക്ഷൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഈ പേരൻസിനെ കാട്ടി ചിലപ്പോൾ നമുക്കറിയാമായിരിക്കും ഇതിനെപ്പറ്റി, ഈ ഒരു ഡിഫിക്കൽട്ടീസിനെ പറ്റി അറിയാത്ത പേരൻസ് ഉണ്ടാവും. ടീച്ചേഴ്സ് കുറെയൊക്കെ ഇതിനെപ്പറ്റി അവെയർ ആണ് ഇപ്പോൾ. കാരണം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും BEd ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാന ഒരു ടോപ്പിക്കേ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണ്. അപ്പൊ കുറെ ടീച്ചേഴ്സിന് ഇത് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് കൺവേ ചെയ്യപ്പെടാതെ പോകുന്നത്? അല്ലെങ്കിൽ പേരൻസ് അംഗീകരിക്കാത്തത് കൊണ്ട് ആണോ, അല്ലെങ്കിൽ അംഗീകരിച്ചു കഴിഞ്ഞാലും അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ? എന്തായിരിക്കും ഇതിന്റെ ഒരു മെയിൻ ഒരു കാരണം എന്തായിരിക്കും? ഈ പറഞ്ഞ രണ്ടുപേരുടെയും കാര്യത്തില് പോയിന്റ്സ് ഉണ്ട്. അതായത് ടീച്ചേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ മെനക്കെടണം. നോട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മെനക്കെടണം. ഇത് കണ്ടുപിടിച്ച് അവനോട് സംസാരിച്ച് പേരൻസിനെ അറിയിച്ച് ഇത് പുറകെ കുറച്ച് പരിപാടികളുണ്ട്. അത്രയും മെനക്കെടാനും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ആർക്കും വയ്യ. ഒന്ന്. ഇനിയും പേരൻസിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ എന്റെ കുഞ്ഞിനോ മിസ്സേ ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഒരു റെസ്പോൺസ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ പേരൻസും ഒരുപോലെ എല്ലാത്തിനെയും സ്വീകരിക്കില്ല. അവർക്ക് കുഞ്ഞിന് പ്രോബ്ലം എന്നൊരു സാധനം ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലര് ഒക്കെ അംഗീകരിക്കും, നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ എനിക്ക് അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല, അവന് D മാത്രം ഒന്ന് മാറി B ആയെന്നേ ഉള്ളൂ, അത് സാധാരണ പിള്ളേർക്കൊക്കെ സംഭവിക്കുന്ന മിസ്സേ, അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇപ്പൊ ജിൽബി പറഞ്ഞ പോലെ ഫർദർ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല അവിടെ. അങ്ങനെ വരുന്നുണ്ട് അത് വരെ. പിന്നെ എനിക്ക് ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഈസി വേസ് ടു ബ്ലെയിം. എടാ നീ എഴുതിയത് തെറ്റാണെന്ന് പറഞ്ഞാൽ 2 അടിയും കൊടുത്ത് ഇമ്പോസിഷനും കൊടുത്ത് ഇരുത്തും. അല്ലാതെ അതിനപ്പുറത്ത് ചിന്തിക്കാൻ ഇപ്പൊ ടീച്ചേഴ്സിന് സമയമില്ല. അങ്ങനെ വന്നൂടെ? എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഡിഫിക്കൽറ്റീസിന് ട്രീറ്റ്മെന്റ് ഇല്ല, കോൺസ്റ്റന്റ് പ്രാക്ടീസിലൂടെ ഇംപ്രൂവ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഈ ഡിസ്ലെക്സിയക്ക് ഏറ്റവും നല്ലൊരു പാർട്ട് എന്ന് പറയുന്നത് റീഡിംഗ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് എന്നും റീഡിംഗ് ഒരു എക്സസൈസ് പോലെ ചെയ്തുകൊണ്ടിരിക്കാമെങ്കിൽ കുറച്ചൊക്കെ ഇംപ്രൂവ് ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒരിക്കലും ഒരു മനുഷ്യന്റെ ഒരു പ്രോഗ്രസിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇന്ന് ചിന്തിക്കാമെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേർക്കുണ്ട്. ഈവൻ ഡോക്ടേഴ്സിന് ഇതുള്ള ഡോക്ടേഴ്സിനെ എനിക്കറിയാം, സൈക്കോളജിസ്റ്റുകളെ എനിക്കറിയാം. ഇത് ഒരിക്കലും ഒരു കുട്ടിക്ക് അവന്റെ ഒരു പോരായ്മയായിട്ട് അല്ലെ അവന്റെ ലൈഫ് പ്രോഗ്രസിനെ തടയുന്ന ഒരു കാര്യമല്ല. ഒത്തിരി ഓൺടർപ്രണേഴ്സിനെ ഉണ്ട് ഡിസ്ലെക്സിയ ഉള്ള. അങ്ങനെ ഇതൊരിക്കലും ഒരു കുട്ടിയുടെ ഒരു ഫർദർ ഇംപ്രൂവ്മെന്റിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഈ ഒരു സംഭവം നമുക്ക് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കേഷനോ ഒന്നും ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെ മനസ്സിലാക്കുക, ഇത് ബ്രെയിൻ്റെ ഒരു കണ്ടീഷനാണ്. ഇതിനെ മനസ്സിലാക്കുക, എന്നിട്ട് ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ റീഡിങ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ റൈറ്റിംഗ് ഏറ്റവും നല്ലത് റീഡിംഗ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ചെയ്യുവാണെങ്കിൽ കുറെ കൂടി ഇംപ്രൂവ് ആയി വരും. എന്നും യൂസ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഞാൻ കോൺസ്റ്റന്റ്ലി എക്സ്പോഷർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അത്ര സ്ട്രഗിൾ ചെയ്യത്തില്ല. പക്ഷെ കുറച്ചൊന്ന് നിന്ന് കഴിയുമ്പോൾ, ഇപ്പൊ അതായത് നമ്മൾ എഴുതാതെ അല്ലെങ്കിൽ വായിക്കാതെയൊക്കെ കുറച്ചിരിക്കുമ്പോഴത്തേക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം. അതുപോലെ ഫോക്കസ് കിട്ടുന്ന ഒരു കാര്യം ഈ ഡിസ്ലെക്സിയ ഉള്ളവർക്ക് ഭയങ്കര പാടാണ്. കാരണം ഈ താരേ സമീപം എന്ന് പറഞ്ഞ സിനിമ കറക്റ്റ് ആണ് അത് കാണിക്കുന്നത്. നമ്മൾ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അതിനെ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് നമ്മളൊരു കാര്യത്തെ കാണുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് മാത്സ് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ആർട്സ് ആയിരുന്നു ഇഷ്ടം. എന്നിട്ട് ഇതിലൊക്കെ രസം എന്ന് പറഞ്ഞാൽ ഞാൻ ലിറ്ററേച്ചറാണ് പഠിച്ചത്. ഈ ലേണിംഗ് ഈ ഡിസ്ലെക്സിയ ഉള്ള ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാ. ഞാൻ എടുത്തത് BEd എടുത്തത് ഇംഗ്ലീഷാണ്. ഇതൊക്കെ എന്നെ തന്നെ ചലഞ്ചിങ്. ഞാൻ പണ്ട് മുതലേ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് കേട്ട് കേട്ട് വളർന്നിട്ടുള്ളത് കൊണ്ട് ഒരു സൈഡിൽ എനിക്ക് അതൊരു ചലഞ്ചായിരുന്നു. ഇത് ചെയ്യണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് പേരൻസിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ സ്കൂളുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേരൻസിനെ അവെയർ ആക്കുക, അല്ലെങ്കിൽ കുട്ടികളെ അവയർനെസ് ക്ലാസ് കൊടുക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് വലിയൊരു സംഭവം അല്ല. ഈ പിള്ളേർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, അവരെ ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, അതിലൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ജെഫിന്, നീ എപ്പോഴാ മനസ്സിലാക്കിയ നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്? ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതോ നീ തന്നെ ഐഡന്റിഫൈ ചെയ്യുമായിരുന്നോ? എന്റെ കേസ് വരുമ്പോ ഞാൻ തന്നെ ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു. ഞാൻ ഈ ഡിഗ്രിയുടെ ഒക്കെ പണ്ട് മുതലേ എനിക്കിങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ നോളജ് ഗെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ വീഡിയോസ് കാണുമായിരുന്നു യൂട്യൂബിന്റെ. അത് കുഞ്ഞിലെ മുതൽ എനിക്ക് ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി അങ്ങനത്തെ ചാനൽ കാണുന്ന കൂടുതലും ബാക്കിയുള്ള ചാനൽസിനേക്കാളും ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഒരു വട്ടം ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടു. അപ്പൊ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അതായത് എന്റെ ഒരു പ്രശ്നമല്ല, ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. പിന്നെ ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സൈക്കോളജിയുടെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോഴ്സ് ചെയ്തപ്പം അത് കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഒരു കോഴ്സ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ടായിരുന്നു. ആ സെഷൻ വന്നപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറയുന്നതിനെ സാർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതായത് എനിക്കുള്ള പ്രശ്നങ്ങളായി പറയുന്നില്ല. അങ്ങനെയാണ് ഞാനിത് ഐഡന്റിഫൈ ചെയ്യുന്നത്, എനിക്ക് ഡിസ്ലെക്സിയ ആണെന്ന് ഉള്ളത്. ഓക്കെ. അപ്പൊ നമ്മളിത് നിനക്ക് അന്നേരം ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നത് കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാനോ ടീച്ചേഴ്സോ, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പേരൻസ്, അങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടിയിരുന്നില്ല? അങ്ങനെ എനിക്ക് ഇതുവരെ എങ്ങൊന്നും വന്നിട്ടില്ല. ഞാൻ ബ്ലെയിം ചെയ്യപ്പെടുന്നതല്ലാതെ ഞാൻ ഒരു സപ്പോർട്ട് ഞാൻ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാനും എന്റെ സിസ്റ്ററും കൂടെ ഉള്ള ബന്ധത്തെ തന്നെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ഞാനൊരു ടീച്ചർ ആവണമെന്ന് എനിക്കുള്ള ആഗ്രഹം വരാൻ തന്നെ ഉള്ള ഒരു റീസൺ വരാം. കാരണം എന്നും ആ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട്, ടീച്ചറിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ എന്റെ ക്ലാസ്സിൽ വന്ന് എന്നെ വഴക്ക് പറയാ. ജിഫിൻ, വൈ കാന്റ് യു സ്റ്റഡി ലൈക്ക് ജിയാനി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് ക്ലാസ്സിൽ നിന്ന് ഷെയിം ചെയ്യുക. അപ്പൊ പുള്ളിക്കാരുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ജിയാന്റെ ക്ലാസ്സിൽ പോയിട്ട് ജിയാനെ എണീപ്പിച്ചിട്ട്, ജിയാൻ വൈ ജെഫിൻ ഇസ് നോട്ട് സ്റ്റഡിങ് എനിത്തിങ് എന്ന് പറഞ്ഞ് ജിയാനെ കളിയാക്കുക. അപ്പം ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ തന്നെ ഒരു ഇതായിപ്പോയി. കാരണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ മറ്റൊരാളുടെ പേരിൽ ഇങ്ങനെ കളിയാക്കൽ ഏർപ്പെടുക. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായി തുടങ്ങി. വീട്ടിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയായി, വഴക്കായി, ഭയങ്കര ഇതായി. പിന്നെ അത് നമുക്ക് ഈ കുറച്ച് ഒന്ന് മാറി കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അത് ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്ട് ആണ് ഇത്. ആണെങ്കിലും അത് ഒരു ടീച്ചർ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്ട് ആണ്. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം ഇത് തന്നെ. അതായത് ഇപ്പൊ ടീച്ചർ ആണെങ്കിലും പേരന്റ് ആണെന്നുണ്ടെങ്കിലും അവര് കുറെ ലോകം കണ്ടു, കുറെയൊക്കെ ലോകം കണ്ടു. ആ കുട്ടികളെക്കാട്ടിൽ എന്തായാലും ലോകം കണ്ടു. ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അതായത് നിനക്ക് എന്തിന്റെ ബുദ്ധിമുട്ടാണ്, നിനക്ക് പഠിച്ചാൽ പോരെ, നിനക്ക് ചെയ്താൽ പോരെ. ഞാൻ ഇത്രയുമൊക്കെ നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പൊ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നു, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, നിനക്കിതൊന്ന് മനസ്സിലാക്കിക്കൂടെ. ആ കുഞ്ഞിനത് മനസ്സിലാക്കാനുള്ള പ്രായം എത്തിയില്ല. നിങ്ങൾ വിവരമുള്ള ആളല്ലേ, ആ കുഞ്ഞിന് അതിനുള്ള പ്രായമായില്ല, അത് മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങൾക്കില്ലേ? അത് അത് ടീച്ചർ മനസ്സിലാക്കണം, പേരന്റ് മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ എന്റെ ചേച്ചിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാല്, എന്റെ കുഞ്ഞിനിപ്പം കുഞ്ഞിനിപ്പോ ഒരു 4 വയസ്സ് കഴിഞ്ഞു. അപ്പം അവള് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവനിപ്പോ ആ ടാൻഡ്രംസും അവൻ ആ കുസൃതികളും എല്ലാം കാണിക്കുന്ന ഒരു സമയമാ, അവന്റെ സമയം അത്, അവന് കളിക്കാനുള്ള സമയം അത്. അപ്പൊ അവര് ഇപ്പൊ UK യിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പം അവൻ അവിടെ കൂടെ ചാടി ഓടി നടക്കുമ്പം അത് ഇത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയുള്ള ഫ്ലോർ ആണ് അവിടെ ഉള്ളത്. അപ്പം അവർക്ക് താഴെ അവരൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ താഴെ സൗണ്ട് കേൾക്കും. അപ്പൊ ഒരുപാട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവര് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ അവള് അവനോട് പറഞ്ഞു കൊടുക്കുന്നത്, എടാ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സൗണ്ട് കേൾക്കും, അവര് പോയി കംപ്ലൈന്റ് ചെയ്യും, നീ അന്ന് അടങ്ങിയിരിക്കുന്ന പറയുന്നത്. അതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഗ്രാസ്പിംഗ് പവർ ആയോ ഇപ്പം? അതൊരിക്കലും ആയിട്ടില്ല. അതെന്താണ് പേരന്റ് മനസ്സിലാക്കാത്തത്? കാരണം
ഇതല്ല, അവന്റെ ആ എനർജി കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ വേറൊരു മാർഗം ഉണ്ട് അവിടെ. ആ മാർഗത്തിലോട്ട് പോവാതെ നീ ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞതിനകത്ത് എന്തൊരു ലോജിക്കാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ പുതിയൊരു വഴി കണ്ടുപിടിക്കാം, അത് ശരിയാണ്. പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കാം, അല്ലെ ജിൽബി? പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കാം, അതിനും ഒരുപാട് ഇപ്പം ക്ലൈമറ്റ് ഒന്നും ശരിയായിക്കൊള്ളണമെന്നില്ലടേ. അപ്പം ആ ഒരു സമയത്ത് ചിലപ്പോ അവനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവനല്ലെങ്കിൽ എന്തെങ്കിലും കളറിങ് ബുക്കുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അവനല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ കൊടുക്കുക. അവന് ഈ മനസ്സിലാക്കിക്കോണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലുതായ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എങ്ങനെയാണ് ആ കുഞ്ഞ് മനസ്സിലാക്കുന്നത്? എന്റെ ഒരു ശരിയാണ്. ക്വസ്റ്റ്യൻ അതാ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഒരിക്കലും മിക്കവാറും ഉള്ള പേരൻസിന് പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എപ്പോഴും കുഞ്ഞുങ്ങളെ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വളർത്തണം. ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു അഡൽട്ട് ആക്കാൻ നോക്കരുത്. അതുപോലെ ഒരു അഡൽറ്റിനെ ഒരു കുട്ടിയാക്കാൻ നോക്കരുത്. അതായത് ഒരു 10th കൊച്ചിനെ ഒരിക്കലും 1ാം ക്ലാസ്സിലെ കൊച്ചിനെ ട്രീറ്റ് ചെയ്യുന്നോട്ട് പാമ്പർ ചെയ്ത് നിർത്തരുത്. സെയിം ഗോസ് ഫോർ 1ാം ക്ലാസ്സിലെ കൊച്ചിന്. അതൊരു 10ാം ക്ലാസ്സിലായ മാതിരി. ഒന്നാമത് ടീനേജ് എന്ന് പറയുന്ന സമയം നമുക്കറിയാം, അത് ഏജ് ഓഫ് ഒരു റോൾ കൺഫ്യൂഷൻ ആണ്. എല്ലാവരും വന്നിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് നിനക്ക് പ്രായമായില്ലേ, നിനക്ക് ഇതൊക്കെ ചെയ്തുകൂടെ, ഇനി അഥവാ എന്തെങ്കിലും പ്രായമായാലും ചെയ്യുമ്പോൾ നിനക്ക് അതിനുള്ള പ്രായമായിട്ടുണ്ടോ, നീ കൊച്ചല്ലേ, നീ എന്തിനാ ഇത് കേൾക്കുന്നതെന്ന് പറയും. ഈ ഒരു സംഭവമാണ് ഈ കുഞ്ഞ് ക്ലാസ് മുതൽ ചെയ്യുന്നത്. പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞു വിട്ട അവന്റെ എനർജിയെ ഡൈവേർട്ട് ചെയ്ത് വിടുക. അവൻ ആ എനർജി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളിൽ പോകുന്ന ദിവസം വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം സ്കൂളിൽ പോയി അവന്റെ എനർജിയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതുപോലെ സ്കൂളിൽ പോകാത്തൊരു ദിവസം എന്ന് പറയുമ്പോൾ അവൻ അത്ര എനർജി ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെങ്ങനെയാലും ഒന്ന് ലെറ്റ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിനൊരു മാർഗം ഉണ്ടാക്കുക. ഇപ്പൊ ഡ്രോയിങ് ഇഷ്ടമാണെങ്കിൽ ഡ്രോയിങ്ങിന് വിടുക, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കരാട്ടെ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാൻ വിടുക. കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുക. അതാരും തല്ലാനോ പിടിക്കാനോ വേണ്ടിയല്ല, അതൊരു ഡിസിപ്ലിനാണ് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത്. നല്ലൊരു മാർഷ്യൽ ആർട്സ് ക്ലാസ്സിൽ കൊണ്ടുവിടുവാണെങ്കിൽ ആ കുട്ടി നല്ലൊരു ഡിസിപ്ലിനോടെ മുന്നോട്ട് പോകത്തുള്ളൂ. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അത് ഈ സെയിം കോഴ്സ്, ഈ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ സൈക്കോമോട്ടോർ ഇത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ മാർഷ്യൽ ആർട്സിന് കൊണ്ടുവിടുന്നത് നല്ലതാണ്. നമ്മുടെ ബോഡിയെ നമ്മൾ മാസ്റ്റർ ചെയ്യും. ആദ്യമൊക്കെ ചില ഡിഫിക്കൽറ്റി കാണും, എന്നാലും നമ്മുടെ ബോഡിയെ മാസ്റ്റർ ചെയ്യും. നമ്മുടെ ബ്രെയിനിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറെ കൂടി. ഈ നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഈ ഡിസ്ലെക്സി അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ബ്രെയിൻ ആ വ്യക്തിയുടെ കൺട്രോളിലല്ല പോകുന്നത്. അതാണ് ഇവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ മാർഷ്യൽ ആർട്സ് പോലത്തെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ജോയിൻ ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇതിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ എനർജി ലെറ്റ് ഔട്ട് ചെയ്യാൻ ഇത് നല്ലൊരു മാർഗമായിരിക്കും. കാരണം ഈ എനർജിയെ നമ്മൾ ഡൈവേർട്ട് ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ് അത് ഒരു ഡിസ്ട്രക്ഷൻ എന്നുള്ള പാതയിലേക്ക് പോകുന്നത്. അതിങ്ങനെ ബിൽഡപ്പായി അത് ഒരു ഡിസ്ട്രക്ഷൻ എന്നുള്ള പാതയിലോട്ട് പോകുന്നത്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് എത്ര പേര് ഇനി വരെ കേൾക്കും എന്ന് എനിക്കറിയില്ല. കേൾക്കുന്ന അത്രയും പേരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം നമ്മളെ ജഡ്ജ് ചെയ്യാൻ ചിലപ്പോൾ ആളുകളുണ്ടാവും. നിങ്ങൾ കല്യാണം കഴിച്ച് കൊച്ചുണ്ടായില്ല, കല്യാണം കഴിക്കാത്തവരിയ്ക്കുന്ന കുട്ടിയില്ല, നിങ്ങൾക്കൊക്കെ എന്താണ് റൈറ്റ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഫസ്റ്റ് ആ ജഡ്ജ്മെന്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലെന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. ഇപ്പൊ നമ്മളെ മുന്നിൽ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഈ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് എടുക്കാൻ പറ്റാത്ത, അല്ലെ അവരെ കൊണ്ട് പറ്റാത്ത, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ട്. നമുക്ക് ഒരു ടീച്ചറിന് ഒരിക്കലും അത് ആ ഒരു ക്ലാസ് റൂമിൽ വെച്ച് പരിഹരിക്കാൻ പറ്റത്തില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ഫുൾ സപ്പോർട്ടും ആ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, എല്ലാ പേരൻസിനോടും അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. പിന്നെ അത് പോകാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ എപ്പോഴും ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്തായാലും ആ കുഞ്ഞിനെ ഒരു നല്ല നിലയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. വൈൻഡപ്പ് ചെയ്യാൻ ജിൽബി, അതായത് ഡിഫറെന്റ് ആയിട്ട് സഞ്ചരിച്ചാലേ എന്തെങ്കിലും പുതിയത് കണ്ടെത്താൻ പറ്റുള്ളൂ. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പാതയിലൂടെ പോയിക്കൊണ്ടിരുന്നാല് എന്നും കാണുന്ന, എന്നും ചെയ്യുന്ന, എന്നും ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുള്ളൂ. ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരുപാട് വലുതെന്നല്ല, ചെറിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും, ഇത് ജിൽബി പറഞ്ഞ പോലെ ഇതിവിടെ വരെ കേൾക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവര്, പേരൻസ് ആകാൻ പോകുന്നവരുണ്ടെങ്കിൽ അവര്, ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരുണ്ടെങ്കിൽ അവര് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഉപദേശങ്ങളൊക്കെ കേൾക്കണം. പഴയ തലമുറയുടെ ഒരുപാട് വാല്യൂസ് നമുക്ക് വേണം. പക്ഷെ സ്റ്റിൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് പഴയ ജനറേഷനിലെ ആളുകളുടെ തോട്ട്സ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കും. ചില കാര്യങ്ങളൊക്കെ അവരുടെ വാല്യൂസ് നമുക്ക് വേണമെങ്കിലും, നമ്മളിപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന പല ടോക്സും വലിയ പ്രായമായവരെ വിളിച്ച് നമ്മൾ ടോക്സ് കൊടുക്കും, കാര്യമില്ല.
അതിന്റെ ആവശ്യമില്ല. അവരത് കേൾക്കാൻ കൂടി തയ്യാറാവില്ല. വാല്യൂസ് കൊടുക്കുക, കുഴപ്പമില്ല. പക്ഷെ പറയേണ്ട രീതി അല്ലെങ്കിൽ അവരിലേക്ക് കൺവേ ചെയ്യേണ്ട മെസ്സേജ് ഇന്നത്തെ മെസ്സേജ് ആണ്, അത് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ രീതിയിൽ അവരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് നോക്കുക. അതെ, അഭിപ്രായങ്ങൾ പലര് പറഞ്ഞു പണ്ടത്തെ പറഞ്ഞു. വാല്യൂസ് കേൾക്കുവാണെങ്കിൽ പണ്ടത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ജീവിക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. അതായത് ഒരു 2 പേര് പോയാലും വേറെ ആൾക്കാരുണ്ട് അവിടെ മാനേജ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ. പക്ഷെ ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് അത് ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അന്നത്തെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ ടെക്നോളജി ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സ് കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞു. അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈവൻ നമ്മളൊരു ലിറ്ററേച്ചർ, നമ്മളൊരു വർക്ക് വായിക്കുമ്പോൾ പോലും നമ്മൾ അതിനെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വേണം നമ്മൾ അത് ചിന്തിക്കാൻ. കാരണം ആ കാലഘട്ടത്തിൽ അവരെഴുതിയതാണ് ആ വർക്ക്. അതിലെ വാല്യൂസ് എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ വർക്ക്സ് ആണ്. നമ്മളിപ്പോ ഒരു പഴയ സിനിമ എടുത്ത് കണ്ടു നോക്കാമെങ്കിൽ, ബുക്ക് വായിച്ചില്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടാലും മതി. അന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു മലയാള സിനിമയാണ് വാത്സല്യം എന്ന് പറയുന്നത്. വാത്സല്യം മമ്മൂട്ടി. അന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ എപ്പിറ്റം ഓഫ് സാക്രിഫൈസ് ആയിട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അന്ന് മമ്മൂട്ടിയായിരുന്നു നായകൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ അകത്തിലെ വിക്ടിമായിട്ട് വരാൻ പോകുന്നത് മമ്മൂട്ടി ആയിരിക്കത്തില്ല. മമ്മൂട്ടിയുടെ ബ്രദറിന്റെ വൈഫ് ആയിരിക്കും അതിനകത്ത് ഒരു വിക്ടിമായിട്ട് വരാൻ പോകുന്നത്. കാരണം പുള്ളിക്കാരി ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ടിരുന്നിട്ട് ഈ എല്ലാം സാക്രിഫൈസ് ചെയ്ത് എല്ലാം ചേട്ടനിലൂടെ നടക്കുന്ന ഒരു ഫാമിലിയിലോട്ട് വന്നപ്പോഴത്തേക്ക്, ഒരു പേട്രിയാർക്കിയൽ ഫാമിലിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരിക്കലും അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതിന്റെ റിഫ്ലക്ഷനാണ് അവരവിടെ കാണിച്ചു കൂട്ടിയതല്ല. അതെ നമ്മൾ എന്ത് വന്നാലും നമ്മൾ നമ്മുടെ സറൗണ്ടിങ്, നമ്മൾ ഏത് ടൈം ലൈനിലാണോ നമ്മൾ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മൾ ആ കാര്യത്തെ കാണാനും ആ കാര്യം മനസ്സിലാക്കാനും. അഭിപ്രായങ്ങൾ പലര് പറയും, പക്ഷെ തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടേതായിരിക്കണം. ആ തീരുമാനങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടേതായിരിക്കണം. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ ബൈ, സി യു. നമുക്ക് ഇനിയും കാണാം.